أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتصبحوه بكرة وأصيلا. صدق الله مولانا العظيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും ഉപദേശ നിർദ്ദേശങ്ങളും പിൻപറ്റി തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ തൃപ്തി കരസ്ഥമാക്കി ജീവിച്ച് സ്വർഗം നേടിയെടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്മരണകളാൽ കൂടുതൽ സമൃദ്ധമാകുന്ന ഒരു റബീഇലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും വഫാത്തും റസൂലിന്റെ ഹിജ്റയും ഇതൊക്കെ സംഭവിക്കുന്നത് റബീഉൽ അവ്വലിലാണ്. അപ്പോൾ റബീഉൽ അവ്വലിൽ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓർക്കാൻ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അതിന് മാത്രം പ്രത്യേകിച്ചൊരു കാരണവുമല്ല. കാരണം റസൂലിനെ ഓർക്കാത്ത ഒരു നിമിഷവും വിശ്വാസിക്ക് കടന്നു പോകുന്നില്ല. ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും, അഷ്ടദിക്കുകളിലും എവിടെ ഒരു മനുഷ്യ ജീവന്റെ സാന്നിധ്യമുണ്ടോ അവിടെയെല്ലാം ഇടമുറിയാത്ത അളവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വറഫഅനാ ലക ദിക്റക്, റസൂലിനെ ആരെങ്കിലും ഓർത്തിട്ട് നിങ്ങളായിട്ട് ഉയർത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം റഫഅനാ ലക ദിക്റക്, താങ്കളുടെ ദിക്റിനെ, താങ്കളുടെ പ്രശസ്തിയെ, താങ്കളുടെ ഓർമ്മയെ, അല്ലെങ്കിൽ റസൂലെ നാം ഉയർത്തി തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജാമ്യം നിന്ന് പറയുന്നു. അപ്പോൾ റസൂലിനെ കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷവും കടന്നു പോകുന്നില്ല എന്ന് പറയുമ്പോൾ, പക്ഷേ റസൂലിനെ കുറിച്ച് കൂടുതൽ ആവർത്തിച്ച് പഠിക്കാനും റസൂലിനെ കുറിച്ചുള്ള നമ്മളുടെ ഓർമ്മയിൽ സജീവമായി തന്നെ നിലകൊള്ളേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് പുനഃപരിശോധിക്കാനും ഒക്കെയാണ് ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് സഹായകമാകുന്നത്. കാരണം അവസാനത്തെ ഒരു നമസ്കാരം അല്ലെ, അങ്ങനെയാണ് മയ്യത്ത് നമസ്കാരം, ജനാസ നമസ്കാരം, അതില് റുകൂഉം സുജൂദും ഇഅ്തിദാലും ഇതൊന്നുമില്ല. മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, മരണപ്പെട്ട ആൾക്ക് വേണ്ടി. കൈകെട്ടിയിട്ട് സൂറത്തുൽ ഫാത്തിഹയാണ് ചൊല്ലുന്നത്. രണ്ടാമത്തെ തക്ബീറിൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ റസൂലിന് വേണ്ടിയിട്ടുള്ള സ്വലാത്താണ്. ശേഷം മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, വിശദമായ പ്രാർത്ഥനയുണ്ട്. ശേഷം മൊത്തം മയ്യത്തിന്റെ അഹലുകാരായ, നാട്ടുകാരായ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അവിടെയും പ്രാർത്ഥിക്കുന്നത്, ഒരു പ്രാർത്ഥന ഒഴിച്ചിട്ടിരിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തിനാണ്. കാരണം ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബി,
യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹുവും അള്ളാഹുവിന്റെ മലായിക്കത്തുകളും ഈ റസൂലിന് മേൽ സ്വലാത്ത് നിർവഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ സ്വലാത്ത് നിർവഹിക്കണം. ഈ 3 സ്വലാത്ത് വ്യത്യസ്ത തരം സ്വലാത്തുകളാണ്. കാരണം അള്ളാഹ് എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനു മേൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അല്ലാഹുമ്മ സ്വല്ലി, അള്ളാഹുവേ നിന്റെ സ്വലാത്തും സലാമും ആർക്ക് കൊടുക്കണം? ഈ റസൂലിന് കൊടുക്കണം. അപ്പൊ അള്ളാഹ് കൊടുക്കുന്ന സ്വലാത്ത് വേറെയാണ്, മാലാഖമാരുടെ സ്വലാത്ത് വേറെയാണ്. വിശ്വാസികളായ നമ്മളോട് അതിന്റെ ഏറ്റവും മികച്ച രൂപത്തിൽ സ്വലാത്തുൽ ഇബ്രാഹിമിയയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സ്വലാത്തൊന്നല്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫിൽ ആലമീന ഇന്നക ഹമീദുൻ മജീദ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതിന്റെ പൂർണ്ണ രൂപത്തിൽ നമ്മൾ റസൂലിനെ സ്വലാത്തു ചൊല്ലുന്ന പൂർണ്ണമായ പ്രാർത്ഥന അതാണ്. പക്ഷെ അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം സ്മരിക്കപ്പെട്ടിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഈ സ്വലാത്ത് ഉള്ളിൽ നിന്ന് തികട്ടി വരുന്നില്ലെങ്കിൽ അവനേക്കാൾ പിശുക്കൻ വേറെ ആരുമില്ല. അപ്പോ ഒരു ഹ്രസ്വമായൊരു സ്വലാത്തുണ്ട്, പ്രാർത്ഥനാ രൂപത്തിലുള്ള ഒരു സ്വലാത്തുണ്ട്. പക്ഷെ ഇതിനു മാത്രം ആരാണ് ഈ റസൂൽ? കാരണം സൃഷ്ടിയും സ്രഷ്ടാവും ഒരുപോലെ നിർവഹിക്കുന്ന കർമ്മം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഒരുപക്ഷെ ഒരു കാര്യമായിരിക്കും. സൃഷ്ടികളായ നമ്മൾ, നിസ്സാരന്മാരായ നമ്മൾ ചെയ്യുന്ന അതേ കാര്യത്തെക്കുറിച്ച്, അതേ കാര്യമല്ല അല്ലാഹ് ചെയ്യുന്നത്, പക്ഷെ അതേ പദം, അല്ലയോ വിശ്വാസികളെ നിങ്ങൾക്കും ഈ റസൂലിന് മേൽ സ്വലാത്തു ചൊല്ലണം, നിങ്ങളുടെ ഉടയ തമ്പുരാനായ പടച്ചവൻ ഈ റസൂലിന് മേൽ സ്വലാത്ത് വർഷിക്കുന്നു. അപ്പോൾ സൃഷ്ടിയും സ്രഷ്ടാവും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരേ പദം പ്രയോഗിക്കപ്പെട്ട ഇടം കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ഇപ്പൊ മരണപ്പെട്ട് കിടക്കുന്ന ഒരാൾക്ക് വേണ്ടി അവസാനമായി പ്രാർത്ഥിക്കുമ്പോൾ അതിലും ഈ റസൂല് വരുന്നു എന്ന് പറഞ്ഞാൽ അവനുമായുള്ള ബന്ധം അത്രമേൽ വലിയൊരു പൊക്കിൾ കൊടി ബന്ധം ഈ റസൂലിനുണ്ട്. ഞാനും നിങ്ങളുമായി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമുക്കൊക്കെ വേണ്ടി മരിച്ചു കഴിഞ്ഞ ശേഷം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് അവിടെയല്ല എക്സ്ട്രാ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. ചെറിയ കുട്ടി മരിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കനം തൂങ്ങണമേ, അവർക്ക് മനസ്സിന് കരുണ കൊടുക്കണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥന. പക്ഷെ അവിടെ പ്രാർത്ഥിക്കുന്ന വബദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി എന്നാണ്. ഇപ്പൊ അയാൾ ഉണ്ടായിരുന്ന വീടിനേക്കാളും മെച്ചപ്പെട്ടൊരു വീട് അയാൾക്ക് കൊടുക്കണേ, മരണപ്പെട്ട ആൾക്ക്. വാഹിലൻ ഖൈറൻ മിൻ അഹ്ലി, കാരണം വീട് അയാൾ സെലക്ട് ചെയ്തല്ലോ അല്ലെ, നമ്മൾക്ക് വീട് ജനിച്ചപ്പോൾ കിട്ടിയതാണ്. വാഹിലൻ ഖൈറൻ മിൻ അഹ്ലി, കുടുംബം. ആരെങ്കിലും തറവാട് തിരഞ്ഞെടുത്തിട്ടുണ്ടോ? കിട്ടിയ പുതിയ വീട്ടിലും പഴയ വീട്ടിലൊക്കെ അതല്ലെങ്കിൽ ഒറ്റപ്പിലാക്കലിലെ തറവാട്ടിലൊക്കെ ആയിപ്പോയതാണ് നമ്മള്. അപ്പൊ വാഹിലൻ ഖൈറൻ മിൻ അഹ്ലിഹി, ഇയാളുടെ കുടുംബത്തെക്കാൾ മെച്ചപ്പെട്ട കുടുംബം, അതല്ലെങ്കിൽ ഇപ്പോഴുള്ള കുടുംബത്തെ ഇതിലും മെച്ചപ്പെട്ട രൂപത്തിൽ. 2 വ്യാഖ്യാനം ഉണ്ട് അതിന്. വസൗജൻ ഖൈറൻ മിൻ സൗജിഹി, ഇണ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഇണ, അതല്ലെങ്കിൽ ഇവിടെയുള്ള ഇണ മെച്ചമല്ലെങ്കിൽ ഈ ഇണയെ മെച്ചമാക്കി അവിടെ കൊടുക്കണം. വജീറാനൻ ഖൈറൻ മിൻ ജീരാനിഹി, അയാൾക്ക് അയൽവാസികളെ നമുക്ക് തെരഞ്ഞെടുക്കുക സ്വാതന്ത്ര്യം കുറവായിരിക്കും, അതിന് മാത്രമുള്ള സ്വാതന്ത്ര്യം കുറവായിരിക്കും. അതുകൊണ്ട് അയാൾക്ക് ഏറ്റവും മികച്ച സഹവാസം കൊടുക്കുക, ഒക്കെ മികച്ചത് കൊടുക്കണേന്ന് പറയണം. കാരണം ഉള്ളത് ചിലപ്പോ കുറവായിരിക്കും. ഇപ്പൊ ഉള്ളത് അയാൾ തൃപ്തനല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. പക്ഷെ ഈ റസൂലിന്റെ കാര്യത്തിൽ ഈ റസൂൽ ഇവൻ എല്ലാമായിരുന്നു, അതല്ലെങ്കിൽ എല്ലാം ആകേണ്ട ഒരാളായിരുന്നു. കാരണം ഇവന്റെ ജീവിതത്തിൽ അത്രമേൽ ഇവനെ പരിഗണിച്ച റസൂലാണ്.
വിശുദ്ധ ഖുർആൻ അതിനുപയോഗിച്ച പദങ്ങൾ ഞാൻ 4-5 ആയത്തുകൾ മാത്രമേ ഇതിൽ എഴുതി കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതിനു വേണ്ടി ഇരിക്കുമ്പോൾ അള്ളാഹിന്റെ റസൂലിനെ കുറിച്ച് അള്ള പറഞ്ഞ പ്രയോഗങ്ങൾ എടുത്ത് നോക്കിയാൽ നമ്മളൊന്നും അള്ളാഹിന്റെ റസൂലിനെ അള്ള കൊടുക്കുന്നൊരു ആദരവുണ്ട് റസൂലിന്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബാക്കിയുള്ള പ്രവാചകന്മാരെയൊക്കെ പേരെടുത്ത് വിളിക്കുന്നുണ്ട് അള്ള, അല്ലേ? വഖുൽനാ യാ ആദം, അല്ലയോ ആദം, യാ നൂഹ്, അല്ലയോ നൂഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുമ്പോ യാ മുഹമ്മദ് എന്നുള്ളൊരു വിളി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഖുർആനിൽ. അങ്ങനെ വിളിക്കുന്നതിൽ പ്രശ്നം ഉണ്ടോ എന്നുള്ളതൊന്നും അല്ല കേട്ടോ നമ്മുടെ ചർച്ച. ഖുർആൻ ഉപയോഗിക്കുന്ന പദമാണ്, പദപ്രയോഗമാണ്. എന്താ പദപ്രയോഗം? യാ അയ്യുഹൻ നബി, അല്ലയോ നബി. യാ അയ്യുഹർ റസൂൽ, അല്ലയോ റസൂൽ. റസൂലിനെ അഭിമുഖീകരിക്കുമ്പോഴുള്ള പ്രയോഗം അതാണ്. കാരണം ഈ റസൂൽ അത്രമേൽ തെരഞ്ഞെടുക്കപ്പെട്ട റസൂല് അള്ളാഹുവിന്റെ വിശേഷണം നേടിയെടുക്കുന്നത് നമുക്കറിയാം നുബുവത്ത് വന്നതിന് ശേഷമാണ്. ഖുർആനിലുള്ള ആയത്തുകളൊക്കെ വരുന്നത് 40 വയസ്സിന് ശേഷമാണ്. പക്ഷെ ഈ റസൂൽ അപ്പോൾ അതുവരേക്കും ആ സമൂഹത്തിൽ വേറൊരു പേര് നേടിയെടുത്തിരുന്നു, അസ്വാദിഖുൽ അമീൻ, വിശ്വസ്തനും സത്യസന്ധനുമായ റസൂൽ. ആ റസൂലിനെ പിന്നെ ഖുർആൻ വിളിക്കുന്ന പേരുകളുടെ ഒരു പ്രവാഹം നിങ്ങൾ നോക്കുക. സൂറത്തുൽ ഫത്തഹിൽ, സൂറത്തു തൗബയിൽ, സൂറത്തു ആലി ഇമ്രാനിൽ ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. അല്ലയോ റസൂലെ, താങ്കളെ നാം അയച്ചത് ഷാഹിദൻ. റസൂലിന്റെ റോളുകളാണ് കേട്ടോ. സാക്ഷിയായിട്ട് റസൂലിന് ഒളിച്ചൊരു ജീവിതം ഉണ്ടോ? ഒളിച്ചൊരു ജീവിതമുണ്ട് റസൂലിന്. നമ്മൾ ഒളിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും പുറത്തേക്കിട്ടിട്ട് റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു പറയുന്നുണ്ട്. റസൂലിനെ കുറിച്ച് ഏതെങ്കിലും ഒരു യാത്രയിൽ രഹസ്യമായി കണ്ടത് ആര് പറയുന്നുണ്ട്? സ്വഹാബിമാര് പറയുന്നുണ്ട്. നമ്മളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞാൽ കുടുംബ ബന്ധം വഷളാവാൻ അത് മതി. നമ്മളൊക്കെ ഒരു യാത്ര നടത്തിയപ്പോ എന്തോ പറഞ്ഞു പോയൊരു വാക്ക് 63 കൊല്ലം ജീവിച്ച ഒരാൾ, അതിൽ 23 കൊല്ലവും പൂർണ്ണമായ സഹവാസത്തിൽ സ്വന്തം സ്വഹാബിമാരോടും അതുപോലെ തന്നെ ഉമ്മഹാത്ത് താഹിറാത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീനുകളോടൊപ്പവും ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. പക്ഷെ ഈ സന്ദർഭത്തിൽ റസൂൽ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ടൈം അങ്ങനെയുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് റസൂൽ നമുക്ക് മാതൃക. കാരണം ഈ ലോകത്ത് ഒരു മനുഷ്യനെ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും, അല്ലെ, ലോകത്ത് ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ഒരുപാട് നല്ല മനുഷ്യർ കഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ കൂട്ടത്തിലൊക്കെ നല്ല മനുഷ്യരുണ്ട്. പക്ഷെ അയാൾ നിങ്ങൾക്ക് ഫുള്ള് ഫോളോ ചെയ്യാൻ പറ്റുമോ? അയാളിൽ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ട ഒരു ദുർഗുണമെങ്കിലും ഉണ്ടാവും, ഒരു ദുർഗുണമെങ്കിലും ഉണ്ടാവും. ലോകത്ത് നയിച്ച മഹാന്മാരായ നേതാക്കൾ അവരൊക്കെ നിങ്ങൾ കൊണ്ടുവരും. അവരുടെ രാഷ്ട്രീയ ജീവിതം ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതകരവും വിസ്മയകരവുമായിരിക്കും. പക്ഷെ അവർ കുടുംബജീവിതം നിങ്ങൾക്ക് അടുപ്പിക്കാൻ കൊള്ളുണ്ടാവില്ല. എന്നാൽ ഈ റസൂൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ, നിങ്ങളുടെ ഉറക്കിൽ, നിങ്ങളുടെ ഉണർവിൽ, നിങ്ങളുടെ ഭരണ ജീവിതത്തിൽ, നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ, നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ, നിങ്ങളുടെ അയൽവാസിയിൽ, നിങ്ങളുടെ സുഹൃത്തിൽ, നിങ്ങളുടെ വാപ്പയിൽ, നിങ്ങളുടെ മകനിൽ, നിങ്ങളുടെ വെല്ലിപ്പയിൽ, നിങ്ങളുടെ അധ്യാപകനിൽ, നിങ്ങളുടെ വിദ്യാർത്ഥിയിൽ, നിങ്ങളുടെ അടിമയിൽ, നിങ്ങളുടെ രാജാവിൽ, ഇതൊക്കെ നിങ്ങളുടെ ഭാവമുള്ളൂ. മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ജീവിക്കും. ഇവിടെ ഒക്കെ റസൂലിന് മാതൃകയുണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ഈ റസൂൽ ഷാഹിദാണ്, വമുബശ്ശിറൻ, റസൂൽ ഓഫ് ഗ്ലാഡ് ടൈഡിങ്സ്, ഏറ്റവും മികച്ച സുവിശേഷം, ഏറ്റവും നല്ല സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന റസൂലാണ്. റസൂലിനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ ഇതാണ്ടോ പറയണത്, മുന്നറിയിപ്പുകാരനല്ല, മുന്നറിയിപ്പുകാരൻ രണ്ടാമതാണ്. മുബശ്ശിറൻ, സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ റസൂൽ വന്നത്. കാരണം സന്തോഷ വാർത്ത എല്ലാവർക്കുമാണ്. ഈ സന്തോഷ വാർത്ത വേണ്ട എന്ന് വെച്ചവർക്ക് നദീറൻ, മുന്നറിയിപ്പുകാരനാണ്. അപ്പൊ റസൂലിന് ഷാഹിദാണ് റസൂല്, മുബശ്ശിറാണ് റസൂല്, അതുപോലെ തന്നെ നദീറാണ് റസൂല്, വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന റസൂലാണ്. ബിഇദ്നിഹി, അള്ളാഹ് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം ആരെല്ലാം വിശ്വസിച്ചത്?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം ആരില വിശ്വസിച്ചത്? അള്ളാഹുവിലാണോ? അല്ല, ഈ റസൂലിലാണ്. കാരണം ഈ റസൂൽ കൊണ്ടുവന്ന അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ റസൂൽ പറഞ്ഞ ഖുർആനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ വെച്ചുകൊണ്ട് തൗഹീദ് പൂർത്തീകൃതമാകാത്തത്. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള, മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞു തന്ന ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ മൗലവിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട്. ഖുർആൻ മാത്രം മതി, വേറെ ഒന്നും വേണ്ട, റസൂലൊന്നും വേണ്ട, അല്ലെങ്കിൽ റസൂലിന്റെ ഹദീസൊന്നും വേണ്ട, സുന്നത്തൊന്നും വേണ്ട. റസൂലിനൊക്കെ സ്നേഹിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ റസൂൽ അതോടുകൂടി അങ്ങോട്ട് കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേൾക്കുമ്പോൾ നല്ല രസമൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ ഈ റസൂൽ ഇല്ലെങ്കിൽ, ഈ റസൂൽ പറഞ്ഞെന്നാണല്ലോ കുൽ ഹുവല്ലാഹു അഹദ്. കാരണം ഇത് റസൂലിലൂടെ വരുന്നത്, അല്ലാഹ് ഇറക്കിയ ഖുർആനും ആരിലൂടെ വരുന്നത്? കാരണം അൻസൽന അല അബ്ദിഹി, ഈ അടിമക്കു മേലാണ് ഈ ഖുർആൻ ഇറങ്ങുന്നത്. എന്നിട്ട് ഈ റസൂൽ വന്നിട്ട് നമ്മളോട് പറയണം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്, അവന് മക്കളില്ല, അവൻ മകനായി ജനിച്ചതുമല്ല, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് സദൃശ്യനായി ആരുമില്ല. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഓക്കെ ഇതാണല്ലേ അല്ലാഹ്. ആരാ നമ്മളെ പഠിപ്പിച്ചത്? ഈ റസൂൽ. അല്ലാഹ് പഠിപ്പിച്ചതല്ലേ ചെയ്യുന്നത്. കാരണം പഠിപ്പിക്കേണ്ട ഡ്യൂട്ടി കൊടുത്തായിരിക്കാം റസൂലിന്. ഇത് മനസ്സിലാക്കണം. ചില ആളുകൾക്ക് ഇത് അറിയൂല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാഹ് പറയാണ് സൂറത്ത് ആലി ഇമ്രാൻ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കുമേൽ അല്ലാഹു വലിയ മന്നാണ്, വലിയ കടുത്ത വലിയ അനുഗ്രഹമാണ് ചെയ്തത്. എപ്പോൾ? ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന്, അവരുടെ കൂട്ടത്തിൽ നിന്ന് മനുഷ്യനായ ഒരു റസൂലിനെ അല്ലാഹ് എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ഇതാണ് മനുഷ്യരോട് അല്ലാഹ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പൂർണ്ണനും തികവൊത്തതുമായ ഒരു റസൂലിനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർക്ക് കൊടുത്തു. അല്ലേ? നമ്മളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഒരു പെർഫെക്റ്റ് മനുഷ്യനുണ്ടെങ്കിൽ എത്ര സന്തോഷിക്കും. നമ്മുടെ ചെറിയൊരു ഗ്രൂപ്പില്, ചെറിയൊരു കമ്പനിയിൽ, ചെറിയൊരു ബിസിനസ്സിൽ, അല്ലെ, നല്ല കഴിവുള്ള ഒരാള്. ഈ ലോകത്ത് മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം, അവരുടെ കൂട്ടത്തിൽ മനുഷ്യനായി മജ്ജയും മാംസവും രക്തവും ചോരയും നീരുമുള്ള മകനായി ജനിച്ച, അതുപോലെ തന്നെ ഭർത്താവായി ജീവിച്ച, വാപ്പയായി ജീവിച്ച, വെല്ലിപ്പയായി ജീവിച്ച, അല്ലെ, നമ്മളൊക്കെ പോലെ തന്നെ ജീവിച്ച ഒരു റസൂലിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നു എന്നുള്ളതാണ് അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹം. യത്ലു അലൈഹിം ആയാതി, അദ്ദേഹമാണ് അവർക്ക് ആ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തത്. വയുസക്കീഹിം, അവരെ തസ്കിയത്ത് പഠിപ്പിച്ചത്, അവരെ സംസ്കരിച്ചത് ഈ റസൂലാണ്. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ഹിക്മത്തും ഈ ഖുർആനാകുന്ന കിതാബും പഠിപ്പിച്ചതാരാ? ഈ റസൂലാണ്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, വല്ലാത്ത വഴികേടിലല്ലേ അതിനു മുമ്പ് അവർ ജീവിച്ചിരുന്നത്. ഈ ലോകത്ത് ലക്ഷത്തിൽ ചില്ലാനം പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ പറയും, അസംഖ്യം പ്രവാചകന്മാർ. പക്ഷെ അവസാനത്തെ റസൂല് വരുമ്പോൾ ഈ ലോകത്തെ യഥാർത്ഥ വിശ്വാസികളുടെ എണ്ണം 0, അല്ലെ? സൂറത്ത് യാസീനിലെ ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ, ഈ ലോകത്ത് പ്രവാചകന്മാർ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ പരീക്ഷണത്തിന്റെ ഇടമായിട്ട് വെക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. മനുഷ്യർ കയറിയും ഇറങ്ങിയും അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി, മറന്നുപോയി, ഷിർക്കിലും കുഫറിലും അതുപോലെ തന്നെ വല്ലാത്ത ലുൽമിലേക്കൊക്കെ മനുഷ്യർ പോകും. ഇനി ഈ ലോകത്ത് ഇനിയൊരു പ്രവാചകൻ അയക്കേണ്ടതില്ലാത്ത വിധം അന്തിമ ശരീഅത്ത്, അന്തിമ വേദഗ്രന്ഥം അത് ആ റസൂലിനൊപ്പം പറഞ്ഞു കൊടുക്കുകയും വിശദീകരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത്, അതല്ലെങ്കിൽ അള്ളാഹു ചെയ്തത്. ഇനി ഇങ്ങനെ അയക്കുക മുഖേന നിങ്ങളുടെ പണി എന്താണ്? വിശ്വാസികളായ നമ്മളോട് അള്ളാഹ് പറയാം, എന്തിനാണ് ഈ റസൂലിനെ അയച്ചത്? ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ ലിതുഅ്മിനൂ ബില്ലാഹ്, ഈ റസൂലിനെ അള്ളാഹ് അയച്ചത് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കാനാണ്. ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, ഈ റസൂലിനെ വിശ്വസിക്കണം. വതുഅസ്സിറുഹു, ഈ റസൂലിനെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പണി എന്താണ്? ഈ റസൂലിനെ സപ്പോർട്ട് ചെയ്യണം.
ഈ റസൂലിനെ പ്രതിരോധിക്കൽ, ഈ റസൂലിനോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യൽ. ഇതാണ് തുഅസ്സിറു, ഈ റസൂലിനെ സഹായിക്കലും ശക്തിപ്പെടുത്തലുമാണ് നിങ്ങളുടെ പണി. വത്തുവഖിറൂഹു, ഈ റസൂലിന് വേണ്ട യഥാർത്ഥ മാഹാത്മ്യവും ഗാംഭീര്യവും സ്ഥാനവും നിങ്ങൾ കൊടുക്കണം. ജീവിതത്തിൽ എന്താണോ ഈ റസൂലിന്റെ ഗാംഭീര്യമുള്ള സ്ഥാനം, അത് നിങ്ങൾ നിർവഹിക്കണം. ഒപ്പം നിങ്ങൾ വത്തുസബ്ബിഹു ബുക്റത്തും വസീല, അള്ളാഹുവിനെ നിങ്ങൾ വൈകുന്നേരങ്ങളിലും പ്രഭാതങ്ങളിലും അള്ളാഹുവെ പ്രകീർത്തിക്കുകയും വേണം. ഇതിന് ജാമ്യവും അള്ളാഹുവിനോടും റസൂലിനോടും ചെയ്യേണ്ട ബാധ്യതകളെ ഒരുമിച്ച് സൂറത്തുൽ ഫത്തഹിൽ അള്ളാഹ് വിശദീകരിക്കുന്നത്. ഇപ്പൊ ഈ പണി ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാല്, ഒരു വിശ്വാസിയാകുന്ന ആദ്യത്തെ ഘട്ടം അതാണ്. സൂറത്തു നിസായിൽ അള്ളാഹ് പറയാണ്, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ. ഒരാളും വിശ്വാസിയാകുന്ന പ്രശ്നമേ ഇല്ല, വിശ്വാസിയാകാൻ സാധിക്കൂല അയാൾക്ക്. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിന്റെ പരിഹാരം റസൂലിൽ നിന്ന് തേടാത്ത പക്ഷം, റസൂലിനെ നിങ്ങളുടെ വിധി തീർപ്പ് നൽകുന്ന ഒരാളാക്കി പരിഗണിക്കാത്ത പക്ഷം നിങ്ങൾ അവർ വിശ്വാസികളേ ആവില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഡിസ്പ്യൂട്ടുകൾ, തർക്കങ്ങൾ, നമുക്കിടയിൽ വരുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം തേടി നമ്മൾ ചെല്ലേണ്ടുന്ന സമക്ഷം ഏതായിരിക്കണം? അതല്ലെങ്കിൽ ചരിത്രത്തിൽ പരതേണ്ട ഇടമേതായിരിക്കണം? നമുക്കുള്ള മാതൃക ഏതായിരിക്കണം? അല്ലാഹുവിന്റെ റസൂലാണ്. വിശ്വാസിയോട് അള്ളാഹ് പറയുന്നത്, ഈ റസൂൽ നിങ്ങൾക്ക് ഈ ഖുർആനും അവിടെ നിന്റെ ചര്യയും വിശദീകരിച്ച് നിങ്ങൾക്ക് മുമ്പിൽ തീർത്തൊരു മാതൃകയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ റഫറൻസ് അവിടെ നിന്നാകണം. അതുമാത്രം മതിയോ? ചിലപ്പോൾ ചിലവര് റസൂല് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അംഗീകരിക്കാന്ന് ചിലപ്പോൾ അംഗീകരിക്കും. സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത്. റസൂൽ അംഗീകരിച്ചാൽ മാത്രം പോരാ, റസൂല് പറഞ്ഞത് കേട്ട് ജീവിച്ചിട്ട് അതിലൊരു പ്രയാസവും ഇല്ലാതിരിക്കും. വല്ലാത്ത വാക്കാണത്. ചിലപ്പോൾ ചിലവര് ഇസ്ലാമിലായിട്ട് അങ്ങോട്ട് കുടുങ്ങിപ്പോയി എന്നൊക്കെ കരുതിയിട്ട് ഇതിലിപ്പോ പലിശ വാങ്ങിക്കാനും പറ്റൂല, ഇത് ചെയ്യാനും പറ്റൂല, റസൂൽ ഇപ്പൊ പറഞ്ഞോണ്ട് ഇപ്പോ ഇങ്ങനെയൊക്കെ എന്നൊക്കെ കരുതുന്ന ആൾക്കാരുണ്ടാവും. സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത്. താങ്കൾ വിധി തീർപ്പ് നൽകിയൊരു വിഷയത്തിൽ മനസ്സിൽ ചെറിയൊരു പ്രയാസം പോലും അവർക്ക് ഉണ്ടാവാൻ പാടില്ല. താങ്കൾ പറഞ്ഞോ, കഴിഞ്ഞു. വയുസല്ലിമു തസ്ലീമാ, അവരുടെ ഭാവം എന്നുള്ളത് പരിപൂർണ സമർപ്പണവുമാകുന്നതുവരെ. 3 നിർദ്ദേശമാണ് ഒരുമിച്ച് ഒരൊറ്റ കാര്യമാണ് പറയുന്നത്. അള്ളാഹിന്റെ റസൂലിനെ നിങ്ങളുടെ ജീവിതത്തിൽ മുഖ്യ റെഫറൻസ് ആയി കൊണ്ടുവരിക. എന്തിലും റസൂലിന്റെ മാതൃക. കാരണം ഖുർആൻ എന്നുള്ളത് തിയറിയാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത ആളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിയറിയിലത്തെ ഏതെങ്കിലും ഒരു ആയത്ത് ആട് അങ്ങാടിയിൽ ഇറങ്ങി പോസ്റ്റർ അടിച്ച പോലെ ഇങ്ങനെ ഒരായത്തൊക്കെ എടുത്തിട്ട് ഖുർആനിൽ അത് പറഞ്ഞിട്ട് അങ്ങനെയൊന്നല്ല. ഇത് റസൂലിന്റെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്ന് പോയി നോക്കണം. അല്ലെങ്കിൽ മുറിവൈദ്യന്മാരായി പോകും. ഇനി ഖുർആൻ പഠിക്കണം. നമ്മൾ ഖുർആന്റെ മാസം വരുമ്പോൾ ഖുർആനെ കുറിച്ച് പറയും, റബീഉൽ അവ്വൽ വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയും. ഇതൊക്കെ കൂടി ഇങ്ങനെ സമാന്തരമായിട്ട് പോവുകയാണ് ചെയ്യുക. ഇങ്ങനെയല്ല വേണ്ടത്. ഖുർആൻ പഠിക്കാനും നിങ്ങളുടെ റെഫറൻസ് ആരാ? അള്ളാഹുവിന്റെ റസൂലാണ്. ഈ അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പഠിക്കുന്നതിലൂടെയും അറിയുന്നതിലൂടെയും മാത്രമാണ് ഖുർആനിന്റെ തന്നെയും ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്, അതിന്റെ ഒരു ആഴത്തിലുള്ള ഒരു കോംപ്രിഹെൻഷൻ, അതിനെക്കുറിച്ചൊരു അറിവ് നമുക്ക് ലഭിക്കുള്ളൂ. അത്ര ഇതെവിടെയാണ് അന്നെ ഖുർആൻ ഇറങ്ങിയത്? എവിടെയാ ഖുർആൻ ഇറങ്ങിയൊരു സ്ഥലമുണ്ട്. ഖുർആൻ ലൗഹുൽ മഹ്ഫൂദില് സംരക്ഷിക്കപ്പെട്ട ഒന്നാണ്. അവിടെ നിന്ന് ഇന്നാ അൻസൽനാഹു ഒരുമിച്ച് ഇറക്കിയിട്ടുണ്ട്. പിന്നെ നസ്സൽനാഹു പിന്നെ കുറച്ചേ ഇറക്കിയിട്ടുണ്ട്. ഇല്ലേ? ഖുർആൻ 2 രീതിയിലാണ് ഇറക്കപ്പെട്ടുള്ളത്. ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്. 23 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പലയിടങ്ങളിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഹിറാ ഗുഹയിൽ ഇറങ്ങി, അപ്പൊ മക്കയിലിറങ്ങി. റസൂല് സഞ്ചരിച്ച സ്ഥലങ്ങളെ മൊത്തത്തിൽ ഹിജാസ് എന്നാ പറയാ, അല്ലെ? നജദിന്റെ ഭാഗം മുതൽ മക്ക, മദീന, അങ്ങ് റസൂൽ അവസാനം വരെ പോയ സ്ഥലം തബൂക്കാണ്. തബൂക്ക് ഈ ഹിജാസിയാണ്. അതുകൊണ്ട് ഖുർആൻ റസൂലിന്റെ ജീവിതത്തിൽ പലയിടങ്ങളിലായി ഇറങ്ങുകയാണ് ഖുർആൻ ചെയ്തത്. അപ്പൊ ഖുർആൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും ആരുടെ ചരിത്രം പഠിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മള് പുതിയ കാലത്ത് ഇപ്പൊ ആളുകൾക്ക് ഖുർആൻ പുസ്തക വായനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നല്ല കാര്യം. പക്ഷെ അത് കൂടുതൽ ഈ സെൽഫ് ഡെവലപ്മെന്റ് സാധനങ്ങളാണ്.
ഹൗ ടു ബി എ മില്യനെയർ, എങ്ങനെ ഒരു മില്യനെയർ ആകാം, റിച്ച് ഡാഡ് പുവർ ഡാഡ്, എങ്ങനെ എന്താണ് അറ്റോമിക് ഹാബിറ്റ്സ്, ഇതൊക്കെ പഠിക്കുന്നുണ്ട്. നല്ലതാണ്. സെൽഫ് ഹെൽപ്പ്, സ്വയം വളർച്ചയ്ക്കും ഉപകാരപ്പെടുന്ന എന്തും നമ്മൾ വായിക്കണം, ശരിയാണ്. പക്ഷെ അതോടൊപ്പം മിനിമം ഒരു പുസ്തകമെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു കൊല്ലം അങ്ങനെ ഒരു ടാസ്ക് ആരെങ്കിലും വെക്ക്. ഒരു 3-4 മാസം കൊണ്ട്, 4 മാസം കൊണ്ട്, 5 മാസം കൊണ്ടൊക്കെ റസൂലിനെ കുറിച്ച് എഴുതപ്പെട്ടതിൽ ഏറ്റവും സമഗ്രമായ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, അറബി സാധിക്കുന്നവർ അറബിയിൽ വായിച്ചു തീർക്കുക. ഈ റബീഉൽ അവ്വലിൽ നമുക്ക് എടുക്കാവുന്ന ഒരു റെസൊല്യൂഷനെ കഥ, റസൂലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നു. അപ്പോഴേ ഖുർആൻ തന്നെ പഠിക്കാൻ പറ്റൂ. ഒപ്പം ഖുർആൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യപ്പെട്ടത്, ഖുർആനിൽ ഇറങ്ങിയ ഓരോ ആയത്തും അപ്പോൾ തന്നെ സമൂഹത്തിൽ നടപ്പാക്കപ്പെടുകയായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾക്കിടയിൽ അതെങ്ങനെയാണ് നടപ്പാക്കപ്പെട്ടത്. ഒപ്പം റസൂൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു പേഴ്സണൽ മോഡൽ, ഒരു റോൾ മോഡലായി തീർന്നത്. ഒപ്പം ഒരു സമൂഹത്തെയും ഒരു സമുദായത്തെയും നന്നാക്കുമ്പോൾ എങ്ങനെയാണ് അതിലെ ഓരോ പടികൾ, എങ്ങനെയാണ് അതിൻ്റെ ഘട്ടം ഘട്ടമായി, ഗ്രാജ്വലായിട്ട് എങ്ങനെയാണ് അതിൻ്റെ പടികൾ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ റസൂൽ അത് ആദ്യം എന്ത് ചെയ്തു അറിയണം. അല്ലാതെ ചരിത്രം മാത്രമല്ല, നമുക്കിത് വർത്തമാനത്തിലേക്ക് ആവശ്യമുള്ള കാര്യമാണ്. ഒപ്പം നിലവിലുള്ള സമൂഹത്തിൽ റസൂൽ എന്തിടപെട്ടു, ഇത് മനസ്സിലാക്കാനും സീറ ആവശ്യമാണ്. സീറ എന്ന് പറഞ്ഞാൽ റസൂലിന്റെ യാത്ര, സീറ എന്ന് പറഞ്ഞാൽ സാറ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു. റസൂൽ എങ്ങനെയൊക്കെയാണോ എവിടേക്കാണോ സഞ്ചരിച്ചത്, റസൂലിന്റെ ഓരോ അനക്കത്തെയും അടക്കത്തെയും കുറിച്ചുള്ള പഠനം. ഇങ്ങനെ വരുമ്പോൾ ഇപ്പൊ നമുക്കറിയാലോ, റസൂല് ഏതെങ്കിലും ഒരു നാട്ടിൽ അക്രമിയായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അയാൾക്ക് കത്തയച്ചിരുന്നു, ഇല്ലേ? ചരിത്രത്തിൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജാവ് ഉണ്ടെങ്കിൽ അവിടേക്ക് ആളയച്ചിരുന്നു, അല്ലെ? നജാഷിയുടെ അടുത്തേക്ക് ആളയച്ചിരുന്നു, ഹിറാക്ലിയസിന് കത്തയച്ചിരുന്നു. ഈ ലോകത്ത് നടക്കുന്ന ഏതെങ്കിലും അക്രമത്തിൽ റസൂൽ അറിഞ്ഞിട്ട് റസൂലിന്റെ ഒരു പ്രതികരണമില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു? ഇല്ല. മക്കയിൽ പീഡിപ്പിക്കപ്പെടുന്ന, മദീനയിൽ എത്തിയ ശേഷവും മക്കയിൽ പീഡിപ്പിക്കപ്പെടുന്ന വിശ്വാസിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മ ഈ റസൂലിനുണ്ടായിരുന്നു. ഇന്നത്തെ മുസ്ലിം സമൂഹം ആലോചിക്കേണ്ടതാ, റസൂലിനെ പിൻപറ്റുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ ലോകത്ത് നടക്കുന്ന കാര്യത്തിൽ റസൂലിനെ പിൻപറ്റുമ്പോൾ മുസ്ലിം ഭരണാധികാരികൾക്ക്, മുസ്ലിം സംഘടനകൾക്ക് ഗസയെ ഓർക്കാതെ, ഇറാനെ ഓർക്കാതെ, ലോകത്തെ ഭരണാധികാരികൾ ട്രംപിനെ ഓർക്കാതെ, അതല്ലെങ്കിൽ നെതന്യാഹുവിനെതിരെ പറയാതെ അവിടെ ഒന്നും റസൂലില്ല എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? അതായത് റസൂൽ ചില ഭാഗത്തുനിന്ന് നമ്മുടെ സമുദായത്തിന് ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. അങ്ങനെയല്ല അള്ളാഹിന്റെ റസൂൽ, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ സൂറത്തുൽ അഹ്സാബും ബദറും ഉഹുദും ഹുനൈനും ഒന്നും ഖുർആനിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം ഇത് ലോകത്തെ പ്രശ്നങ്ങളെ കൂടി ചർച്ച ചെയ്യുന്ന, അതിന്റെ പരിഹാരം കൂടി ചർച്ച ചെയ്യുന്ന ഒരു ആദർശത്തിന്റെ പേരാണ്. അതുകൊണ്ട് സമഗ്രമായ, പൂർണ്ണമായ പ്രവാചക ചരിത്രം പഠിക്കാനുള്ള ഒരു അവസരം കൂടിയായി നമ്മൾ ഈ റബീഇനെ ഉപയോഗപ്പെടുത്തണം. പടച്ചതമ്പുരാൻ ആ നിലയിലുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം.